പ്രത്യേകിച്ചും ശബരിമലയുള്ള പോലുള്ള കേസ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവരാരും ഞാനടക്കം ജാപ്പാനീസ് പോലീസ് അല്ല, ജാപ്പാനീസ് സിറ്റിസൺസ് അല്ല, സ്കാൻഡിനേവിയൻ പോലീസ് അല്ല. നമ്മൾ ഇവിടുത്തെ കേരള പോലീസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഇതുപോലുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ രാത്രി തലയിൽ മുണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പർദ്ദ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നിട്ട് ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ട് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണനും കൂടെ ഇതൊന്ന് തലയെഴുത്ത് സ്ക്രൂ ഡ്രൈവറും എല്ലാം കൊണ്ടുവന്ന് തലയിലെടുത്ത് വെച്ചോണ്ട് പോയോ? അതെങ്ങനെ അവർക്ക് വന്ന് കയറി എടുക്കാൻ പറ്റുമോ? അപ്പം ഇതിന് ഉത്തരവാദപ്പെട്ട ദേവസ്വം ബോർഡും അതിൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ദേവസ്വം ബോർഡുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്തതാണ്. ദേവസ്വം ബോർഡ് അറിയാതെ നേരത്തെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഒരു സംശയമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിൽ എത്ര മെമ്പർമാരുണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ദേവസ്വം ബോർഡ് അറിയാതെ അവിടെ ഒന്നുമേ നടക്കില്ല. ദേവസ്വം ബോർഡ് അറിയാതെ മുരാരി ബാബുവും ചെയ്യില്ല. പിന്നെ ഒരു ഉദ്യോഗസ്ഥനും ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനും ചീഫ് വിജിലൻസ് ഓഫീസർ ദേവസ്വം ബോർഡായിട്ട് നിന്നല്ലേ, അങ്ങയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ചീഫ് വിജിലൻസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്? അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ചന്തു ചോദിച്ചത് വളരെ പെർട്ടിനൻറ്റ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സങ്കടകരമെന്ന് പറയട്ടെ, ഈ വിജിലൻസ് എസ് പിയുടെ ഒരു റോളെന്ന് പറയുന്നത് വളരെ പത്തറ്റിക് കാര്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2ാം ക്ലാസ്സും ഗുസ്തിയും പാസ്സായി വരുന്ന യുവമാരാണ് എൻ്റെ CR എഴുതുന്നത്, ACR എഴുതുന്നത്. അല്ല, അതാ പറയട്ടെ. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്ന ഒരാൾക്ക് അവരുടെ നിയമപ്രകാരം ദേവസ്വം ബോർഡിലെ ഇത് പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഒരു വിജിലൻസ് ഓഫീസർ ചെയ്യില്ല. അങ്ങനെ ഞാനും എൻ്റെ SI പ്രശാന്തും കൂടെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ നിന്ന് എഴുതി വാങ്ങാതെ ഞങ്ങൾ അയ്യപ്പൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതിന് തടയിട്ടു. അത് ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ അടിച്ചു കളയുമെന്ന്. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഈ വിജിലൻസ് എസ് പിക്ക് ഇപ്പോഴത്തെ അവിടുത്തെ നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹി ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ. അതാണ് അതിനകത്തുള്ള സങ്കടകരം, പത്തറ്റിക്കായിട്ടുള്ള കാര്യം.